ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വാരഫലത്തെക്കുറിച്ചാണ്. 2026 ഏപ്രിൽ മാസം 26-ാം തീയതി മുതൽ മെയ് മാസം 2-ാം തീയതി വരെയുള്ള ഒരു ആഴ്ചത്തെ ഫലം. കൊല്ലവർഷം 1201-ാം ആണ്ട് മേടമാസം 13-ാം തീയതി മുതൽ 19 വരെയാണ് ഈ ആഴ്ച. ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങൾ എന്ന് പറയുന്നത് ഏപ്രിൽ മാസം 26-ാം തീയതിയാണ് തൃശ്ശൂർ പൂരം. അതുപോലെ ഏപ്രിൽ 27-ാം തീയതി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതുമൊക്കെ ശ്രേയസ്സും യശസ്സും വർദ്ധിക്കുകയും ദോഷങ്ങളൊക്കെ മാറുന്നു. ഏപ്രിൽ മാസം 28-ാം തീയതിയാണ് പ്രദോഷം വ്രതം എടുക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ശ്രീ മഹാദേവനെ പ്രാർത്ഥിക്കുന്നതും മഹാദേവ ക്ഷേത്ര ദർശനം നടത്തി ദ്രവ്യസഹിതം സമർപ്പിക്കുന്നതും ദാനധർമാദികൾ ചെയ്യുന്നതുമൊക്കെ ശ്രേയസ്കരമാണ്. അതുപോലെ തന്നെയാണ് മെയ് മാസം 1-ാം തീയതി പൗർണമിയും തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പോകുന്നതും പൗർണമി പൂജകളിലൊക്കെ പങ്കെടുക്കുന്നതും ഗായത്രി മന്ത്രം ജപിക്കുന്നതും പിതൃക്കളെ മനസ്സിൽ ധ്യാനിക്കുന്നതും ഒക്കെ പിതൃദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യങ്ങളും സമ്പത്തും സമൃദ്ധിയും വന്നു ചേരുവാൻ ഉത്തമം. ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം ഇവരെ സംബന്ധിച്ച് വളരെയധികം നല്ല ഒരു ആഴ്ചയാണ്. അതായത് രാശിയിൽ തന്നെ ആ ചൊവ്വാഗ്രഹം ബലവാനായിട്ട് ഒക്കെ വരാൻ പോകുന്നു. അതുപോലെ തന്നെ ധനസ്ഥാനത്ത് ശുക്രനാണ് സ്ഥിതി ചെയ്യുന്നത്. വളരെ ഐശ്വര്യപ്രദമാണ് ശുക്രൻ്റെ ധനസ്ഥാനത്തെ സ്ഥിതി. അത് സ്വക്ഷേത്ര ബലവാനാണ്. ആരോഗ്യപരമായിട്ട് വളരെ നല്ലതാണ്. നല്ല സുഹൃത്തുക്കളൊക്കെ വന്നു ചേരുക, വഴിമധ്യയൊക്കെ ആണെങ്കിലും നേരത്തെ കൂടെ പഠിച്ചവരെയൊക്കെ കണ്ടുമുട്ടുന്നതിനും അതുപോലെ തന്നെ അവരുമായിട്ട് ആശയവിനിമയം നടത്തുക വഴി പുതിയ പദ്ധതികളെക്കുറിച്ചും പുതിയ തൊഴിൽ രംഗങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുന്നതിനും അതുവഴി പുതിയ തൊഴിൽ നേട്ടങ്ങൾ വന്നു ചേരുവാനൊക്കെ യോഗം. അതുപോലെ കീർത്തിയും പദവിയും വർദ്ധിക്കും. ഓരോ വ്യക്തികളെ സംബന്ധിക്കുന്നിടത്തോളം അവരവർ ചെയ്യുന്ന രംഗങ്ങൾ ഏതാണോ, അതായത് ഓരോ വ്യക്തികളും ഓരോ രീതിയിലുള്ള തൊഴിലുകളാണ് ചെയ്യുന്നത്. മിക്കവാറും എല്ലാ തൊഴിലുകളിൽ തന്നും അടിസ്ഥാനപരമായിട്ട് കലാപരമായിട്ട് ഒരു കഴിവ് ഉണ്ടായിരിക്കണം. അതായത് കരവിരുത് തെളിയിക്കുക എന്ന് പറയും. എന്നാൽ അത് ആവശ്യമില്ലാത്ത തൊഴിലുകളും ഉണ്ട്. അങ്ങനെ കലാരംഗവുമായി ഏതെങ്കിലും തരത്തിൽ അവാന്തര വിഭാഗങ്ങളിൽ ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് അതിൽ മികവ് പുലർത്തുവാനായിട്ട് സാധിക്കും. ഉദാഹരണം പറഞ്ഞാൽ, ഒരു അധ്യാപകനാണ് എങ്കിൽ അധ്യാപനം ഒരു കലയാണ്. പഠിപ്പിക്കുന്ന കേട്ടാൽ വിദ്യാർത്ഥികൾ അതിൽ ശ്രദ്ധ ഉണ്ടാകത്തക്ക രീതിയിൽ, ആകർഷിക്കത്തക്ക രീതിയിൽ, അത് ഒരു രാഷ്ട്രീയ നേതാവായാലും ഒരു ആധ്യാത്മിക ആചാര്യൻ പൂജ ചെയ്യുന്നത് കണ്ടാലും അതിനൊരു പ്രത്യേക കരവിരുതുണ്ട്. ഞാൻ ഉദ്ദേശിച്ചു വന്നത് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടോ വസ്ത്രനിർമ്മാണവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പാചകവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സ്റ്റേജ് പ്രോഗ്രാമുകളോ അഭിനയമോ മറ്റ് ബ്യൂട്ടി പാർലറുമായി ബന്ധപ്പെട്ടോ മാത്രമല്ല കല എന്ന് പറയുന്നത് ഉള്ളത്. കലാദേവതയായ സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഈ അവസരത്തിൽ വളരെ നല്ലതാണ്. വാക്കിൻ്റെ സ്ഥാനത്ത് സരസ്വതി ഇരിക്കുന്നു. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് അഭിവൃദ്ധികൾ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണ്ണമാണ്. ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായിരിക്കും. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനോ വിദ്യാക്ലേശങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സൂചനയുള്ളതിനാൽ അധിക സമയം പഠനത്തിനായിട്ട് കണ്ടെത്തേണ്ടതുണ്ട്. ഗൃഹസംബന്ധമായിട്ടും പൊതുവെ നല്ലതാണ്. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്നതാണ് ഇടവം രാശി. ഇടവം രാശിക്ക് ഉള്ള പ്രത്യേകത എന്ന് പറയുമ്പോൾ എല്ലാവിധ ദൈവാധീനവും ഭാഗ്യവും ഒന്നുപോലെ വന്നു ചേർന്നിരിക്കുന്ന
അത്യപൂർവമായ ഒരു ആഴ്ചയാണ്. അതായത് വാക്കിൻ്റെ സ്ഥാനം അവിടെ വ്യാഴമാണ് സ്ഥിതി ചെയ്യുന്നത്. സർവേശ്വരകാരകനായ വ്യാഴം ധനത്തിൻ്റെ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ പലതരത്തിലുള്ള ധന ആഗമന യോഗം, അതായത് വന്നു ചേരുന്ന കാര്യങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക വഴി സാമ്പത്തികം നേടുവാനായിട്ട് സാധിക്കും. അത് സംഗീതത്തിൻ്റെയും മറ്റ് കലകളുടെയും ഒക്കെ ആ ശുക്രഗ്രഹം രാശിയിൽ നിൽക്കുമ്പോൾ പൊതുവേ തന്നെ ഏതെങ്കിലും തരത്തിൽ തേജസ് വർദ്ധിക്കുക. ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാ കാലത്തും ഒരുപോലെ സ്ത്രീകളായാലും പുരുഷന്മാരായാലും സൗന്ദര്യം ഉണ്ടാകണമെന്നില്ല. സൗന്ദര്യത്തിന് ഒരു ആകർഷീയത, തേജസ്, ഓജസ്, ഉന്മേഷം ഇതൊക്കെ വർദ്ധിക്കുന്നതിന് ഈ ആഴ്ച അവസരമാണ്, നല്ലതാണ്. കുടുംബത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. തൊഴിലിടത്തിലും അതുപോലെ തന്നെ സൂചകമാണ്. അത് സഹപ്രവർത്തകരുടെയൊക്കെ സഹകരണം ഉണ്ടാകുന്നതിന് അവരെ കൂടി പരിഗണിക്കുകയും സഹപ്രവർത്തകരുടെ കാര്യങ്ങൾ കേൾക്കുവാൻ സമയം കണ്ടെത്തുകയും വേണം. അതായത് ഓരോ വ്യക്തികളും തൊഴിൽ രംഗത്തായാലും സമൂഹത്തിലായാലും ഗൃഹത്തിലായാലും പരസ്പരം മാനസികമായി വളരെയധികം സംഘർഷത്തിലായി. അങ്ങനെയുള്ളവരെ വീണ്ടും കലുഷിതമാക്കുന്ന രീതിയിലേക്ക് സംസാരങ്ങളും പ്രവൃത്തികളും പോയാൽ അത് സമൂഹത്തിന് തന്നെ വലിയ ഒരു നഷ്ടമായിട്ട് തീരും. അതിനാണ് തൊഴിലിടത്ത് അനാവശ്യമായ അഭിപ്രായങ്ങളും അധിക ഭാരങ്ങളും പണത്തിന് വേണ്ടി മാത്രം എന്തും ചെയ്തു കളയാം എന്നുള്ള, അല്ലെങ്കിൽ ആരെക്കൊണ്ടും എന്തും ചെയ്യിക്കാം എന്നുള്ള ആ മനോഭാവമൊക്കെ മേലധികാരികളും വിട്ട് വളരെ സന്തോഷത്തോടുകൂടി ആത്മീയ കാര്യങ്ങൾക്ക് കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുൻപോട്ട് പോയാൽ ടെൻഷൻ ഒഴിവായി സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ വളരെ നല്ലതാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3-4 പാദങ്ങളും തിരുവാതിരയും പുണരത്തിൻ്റെ ആദ്യത്തെ 1-2-3 പാദങ്ങളും അടങ്ങുന്നതാണ് മിഥുനം രാശി. മിഥുനം രാശിക്ക് വളരെയധികം അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. അതായത് രാശിയിൽ തന്നെ വ്യാഴം സ്ഥിതി ചെയ്യും. എന്നിരുന്നാലും അലസത വെടിഞ്ഞ് വളരെ ശ്രദ്ധയോടുകൂടി ഉത്തരവാദിത്വത്തോടുകൂടി അവരവർ ചെയ്യുന്ന കാര്യം എന്തുമാകട്ടെ, ഒരു കുടുംബത്തിലെ കാര്യം, ഒരു വീട്ടമ്മയായിട്ടുള്ളവർ കുടുംബത്തിലെ കാര്യങ്ങൾ പാചകം ചെയ്യുക, മറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണല്ലോ. അങ്ങനെ ചെയ്യുന്നവരായാലും സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന നേതൃസ്ഥാനത്ത് നിൽക്കുന്നവരായാലും ഏതൊരു തൊഴിലുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് പോകുന്നവർ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒക്കെ ഇവർക്ക് ഏറ്റവും അലസത വന്നു പെടുവാനൊക്കെ സൂചനയുണ്ട്. അതുപോലെ തന്നെ കൊള്ളുകയറാത്ത ആൾക്കാരുമായി ബന്ധങ്ങൾ വന്നു ചേരുക, അത് ചില സംസാരമൊക്കെ കൊള്ളുകയറാത്ത വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരിക, കലുഷിതമാകുക, അന്തരീക്ഷം സമാധാനം കെടുക, അങ്ങനെയൊക്കെ സൂചനയുണ്ട്. അത് വളരെ ജാഗ്രതയോടുകൂടി വേണം ഇടപെടുവാനായിട്ട്. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. എന്നിരുന്നാലും പൊതുവെ വാഹനം കൈകാര്യം ചെയ്യുന്നവരൊക്കെ വളരെ ജാഗ്രത വേണ്ട ഒരു ആഴ്ചയാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. വിവാഹം ആലോചിക്കുന്ന യുവക്കൾക്ക് വിവാഹം ഒക്കെ അനുകൂലമാകുവാൻ നല്ല ഒരു ആഴ്ചയാണ്. പരസ്പരം കണ്ട് ഇഷ്ടപ്പെടുന്നിട്ട് വിവാഹം ജീവിതത്തിലേക്ക് കടക്കുന്നതിന് വാക്ക് കൊടുക്കുന്നതിനൊക്കെ നല്ല അവസരം വന്നിരുന്നു. കുടുംബത്തെ പൊതുവെ സമാധാനപരമായി വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് നല്ല വിജയങ്ങളൊക്കെ വന്നു ചേരുകയും പഠനത്തിലൊക്കെ ശ്രദ്ധിക്കുവാനൊക്കെ സാധിക്കും. നല്ല അധ്യാപകരുടെ നിർദ്ദേശങ്ങളൊക്കെ വന്നു ചേരുന്നതിനും അത് പാലിക്കുവാനും അധിക പഠനത്തിൽ ശ്രദ്ധിക്കുവാനും ഒക്കെ സാധിക്കും. തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു ചേരും. അത് ഏറ്റവും പ്രധാനം അധികാരത്തോടുകൂടിയ ഒരു ജോലിയൊക്കെ വന്നു ചേരാം. അതായത് തൊഴിൽ സ്ഥാനത്ത് ചൊവ്വ പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുന്നു, ബുധനും കൂടെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ സൈനിക വിഭാഗത്തിലോ അർദ്ധസൈനിക വിഭാഗത്തിലോ നേതൃസ്ഥാനത്തേക്കൊക്കെ മറ്റ് ഇതര തൊഴിലുകൾ ചെയ്യുന്നവരിലായാലും നേതൃസ്ഥാനത്തിലേക്കൊക്കെ ഒരു കമാൻഡിങ് പവറോടുകൂടി അല്ലെങ്കിൽ ഒരു അധികാരത്തോടുകൂടിയ ഒരു പ്രൊമോഷൻ വന്നു ചേരുന്നതിനോ നല്ല ജോലിയൊക്കെ കിട്ടുന്നതിന് ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുത്ത് പാസ്സാകുന്നതിനും യോഗമുണ്ട്. സഹോദര സ്ഥാനികർ മൂലമോ സുഹൃത്തുക്കൾ മൂലമോ ധന നഷ്ടമോ മനക്ലേശങ്ങളോ സൂചകമാണ്. കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരുന്നതുമാണ്. തൊഴിൽ സ്ഥലത്ത് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്ന ഒരു ആഴ്ചയാണ്. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണരത്തിൻ്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം.
ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ജാഗ്രത ആവശ്യമാണ്. രാശ്യാധിപനായിരിക്കുന്ന ചന്ദ്രൻ പക്ഷബലത്തോടു കൂടിയാണ് സഞ്ചരിക്കുന്നത്. അത് വളരെ ഉത്തമമാണ്. മനോബലമൊക്കെ വർദ്ധിച്ച് നല്ല കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുവാനൊക്കെ സാധിക്കുന്ന ഒരു ആഴ്ച. എന്നിരുന്നാലും ദൈവാധീനം പൊതുവെ കുറവാണ്. ഭാഗ്യസ്ഥാനമായ 9ാമിടത്ത് ശനിയും ചൊവ്വായും കൂടെ സ്ഥിതി ചെയ്യുമ്പോൾ വളരെ ജാഗ്രതയോടുകൂടി വേണം വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്നവർ, പുറത്തേക്കൊക്കെ പോകുന്നവർ, ഇലക്ട്രിക്കൽ സംബന്ധമായ വർക്കുകൾ ചെയ്യുന്നവർ, സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവർ, അതുപോലെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ, മിലിറ്ററിക്കാർ, അങ്ങനെ എന്തെല്ലാം ശ്രദ്ധിക്കണം, പോലീസുകാർ, അവർക്കൊക്കെ വളരെ എക്സ്ട്രാ ജാഗ്രത ആവശ്യമാണ്. അതായത് ആരോഗ്യപരമായ കാര്യങ്ങളിൽ കുഴപ്പങ്ങൾ വന്നു വരാനും രോഗാതി ദുരിതങ്ങൾ വന്നു പെടാനും ഒക്കെ സൂചനയുള്ളതിനാൽ വളരെ ജാഗ്രത വേണം. ദമ്പതികളായിട്ടുള്ളവർക്ക് ഏതെങ്കിലും തരത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. കുടുംബത്തെ പൊതുവെ സമാധാനവും സന്തോഷവുമായ ഗൃഹം പുതുക്കി പണിയുന്നതിനോ മോടി പിടിപ്പിക്കുന്നതിനോ പുതിയത് വന്നു ചേരുന്നതിനോ ഒക്കെ അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്ക് സാധിക്കുന്ന ഒരു ആഴ്ചയാണ്. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂര ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം. ദമ്പതികളായിട്ടുള്ളവർക്കും പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അനൈക്യതകളും സൂചകമാണ്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരുവാനും യോഗമുണ്ട്. 11ാമിടത്ത് വ്യാഴനും 10ാമിടത്ത് ശുക്രൻ നിൽക്കുന്ന ഈ ആഴ്ച ധനാഗമന യോഗവും തൊഴിൽ പുരോഗതിയും വന്നു ചേരും. കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യം വളരെ തൃപ്തികരമാണ്. എന്നാലും വാക്കുകൊണ്ടൊക്കെ ഓരോ ജോലികൾ ചെയ്യുന്നവരും, അതായത് മറ്റ് സഹപ്രവർത്തകരും ഒക്കെ ആയിട്ട് ഇടപെടുമ്പോൾ പിഴവുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. കൊടുക്കൽ വാങ്ങലൊക്കെ കൃത്യസമയത്ത് നടത്തുവാനും സാധിക്കും. പൊതുവെ കുടുംബത്തെ സമാധാനപരമായ അന്തരീക്ഷം. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങളും വന്നു ചേരും. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് പൂർണ്ണമായ ദൈവാധീനമുണ്ട്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ശ്രേയസ്സും യശസ്സും വന്നു ചേരും. ദേഷ്യം കഴിവതും ഒഴിവാക്കേണ്ടതാണ്. കടങ്ങളൊക്കെ വീടുന്നതിനും നല്ല സുഹൃത്തുക്കളെ കിട്ടുന്നതിനും സാമ്പത്തിക സഹായങ്ങളൊക്കെ കിട്ടുന്നതിന് യോഗമുണ്ട്. തൊഴിൽപരമായ പുരോഗതികൾ വന്നു ചേരും. പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകാം. അപമാനങ്ങളോ അവിഖ്യാതികളോ വന്നു ചേരാതെ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് എതിർ ലിംഗക്കാരുമൊക്കെ ആയിട്ട് ഇടപെടുമ്പോൾ വിദ്യാർത്ഥികൾക്ക് വിജയങ്ങളും വന്നു ചേരും. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ 4ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വളരെ ജാഗ്രത ആവശ്യമാണ്. അഷ്ടമം എന്ന് പറയുന്ന ദോഷസ്ഥാനത്തേക്ക് വ്യാഴത്തിൻ്റെ സ്ഥിതി വന്ന് മറഞ്ഞു നിൽക്കുന്നതിനാൽ ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം. വാക്കുകളായാലും ഒക്കെ നല്ല രീതിയിൽ സംസാരിച്ചാൽ പോലും ചിലപ്പോൾ ശത്രുക്കൾ ഉണ്ടാവുകയും ആ ശത്രുക്കൾ ചിലപ്പോൾ അത് ആയുധമാക്കുവാനൊക്കെ സൂചനയുണ്ട്. ശത്രുക്കൾ ബലവാന്മാരാകുന്നതിനൊക്കെ സൂചനയുണ്ട്. വളരെയധികം ജാഗ്രത പാലിക്കണം. കുടുംബത്തെ പൊതുവെ സമാധാനപരമായിരിക്കും. ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കാലം. ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ ഒക്കെ നല്ല കാലം. തേജസ്സും ഓജസ്സും വർദ്ധിക്കും. തൊഴിൽപരമായ പലവിധത്തിലുള്ള നഷ്ടങ്ങളും സൂചകമാണ്. ധനു രാശിക്കാരായിരിക്കുന്ന മൂലം പൂരാട ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം എപ്പോഴും ദൈവാധീനം നല്ലതുപോലെ ഉള്ള ഒരു സമയമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. വാഹന സംബന്ധമായിട്ട് അത്ര നല്ല സമയമല്ല. കണ്ടകശനിയൊക്കെ ഉണ്ട്. അലസത വന്നു പെടാതെ വളരെ ശ്രദ്ധിക്കണം. കാര്യങ്ങൾക്ക് വിജയമുണ്ടാകണമെങ്കിൽ ഉത്സാഹത്തോടുകൂടി ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ്. അധിക വേതനം ലഭിച്ചില്ല എന്ന് വരാം. അതായത് അധ്വാനഭാരം ഏറിയിരിക്കും. അതിനനുസരിച്ചുള്ള വേതനം ലഭിക്കാതെയും വരും. ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കാലം. തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു ചേരും. വിദേശത്തായിരിക്കുന്നവർക്കും നല്ല ഒരു സമയം. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും
തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1-2 പാദങ്ങളും അടങ്ങുന്ന മകരം രാശിക്കാർക്ക് ദൈവാധീനം കുറഞ്ഞിരിക്കും. രാശിയുടെ അധിപൻ 3-ാം ഭാവത്തിൽ അനിഷ്ടത്തിൽ നിൽക്കുന്നതിനാൽ പലതരത്തിലുള്ള മനക്ലേശവും ധനനഷ്ടവും ആരോഗ്യ പ്രശ്നങ്ങളും സൂചകമാണ്. അതുപോലെ തന്നെ അപമാനങ്ങളോ അവിഖ്യാതികളോ പെട്ടെന്ന് ഒരു കാര്യവും നനച്ചിരിക്കാത്ത സമയത്ത് തെറ്റ് ചെയ്യാത്തവർക്ക് പോലും വരുവാനൊക്കെ സൂചനയുള്ളതിനാൽ വളരെ ജാഗ്രത ആവശ്യമാണ്. വിദേശ ധനം കൈകാര്യം ചെയ്യുവാനൊക്കെ അവസരം വന്നിരിക്കും. അതായത് സ്വന്തം നാട് വിട്ട് പോകുന്നതിനോ അല്ലെങ്കിൽ അവിടെ ആയിരിക്കുന്നവരോ ഒക്കെ പൈസ അയച്ചു തരിക വഴിയൊക്കെ ധനപരമായി വിദേശ ധനം അല്ലെങ്കിൽ സ്വന്തം നാട് വിട്ട് ധനം വന്നു ചേർന്ന് സുഖജീവിതം നയിക്കുവാനൊക്കെ ഈ ആഴ്ച യോഗമുണ്ട്. സഹോദരസ്ഥാനീയർക്കോ സുഹൃത്തുക്കൾക്കോ ഒക്കെ ചില ക്ലേശങ്ങൾ സൂചകമാണ്. കുടുംബത്തെ പൊതുവെ സമാധാനപരമായിരിക്കും. ഭൂമി വാങ്ങണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി ശ്രമിച്ച് പ്രവർത്തിക്കുന്നവർക്ക് ഭൂമി വന്നു ചേരുവാനൊക്കെ യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. തൊഴിൽപരമായ കാര്യങ്ങൾക്ക് നല്ല വിജയം കിട്ടും. പ്രൊമോഷൻ വന്നു ചേരുന്നതിനോ അധികാരം വന്നു ചേരുന്നതിനോ പ്രധാന രേഖകളിൽ ഒപ്പുവെഴുതുന്നതിനോ ധനകാര്യങ്ങളിൽ ധനപരമായിട്ടുള്ള ചില കരാറിടുമ്പോഴുകളിൽ ഒപ്പുവയ്ക്കുന്നതിനും കാർഷിക രംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ അഭിവൃദ്ധിയുടെ ഒരു കാലമാണ് ഈ നക്ഷത്രക്കാർ. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ 3-4 പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1-2-3 പാദങ്ങളും കൂടി അടങ്ങുന്നതാണ് ഈ കുംഭം രാശി. കുംഭം രാശിക്കാർക്ക് ഏഴരശ്ശനി തീർന്നിട്ടില്ല. വാക്കിൻ്റെ സ്ഥാനത്ത് അഗ്നിമാരുത ബന്ധം ഉള്ളതിനാൽ വാക്കുകൾ വളരെയധികം ശ്രദ്ധ ആവശ്യമാണ്. പ്രത്യേകിച്ച് സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവർ. അതുപോലെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ഗ്യാസ് കൈകാര്യം ചെയ്യുന്ന വീട്ടമ്മമാരായാലും വളരെ ശ്രദ്ധിക്കണം. അശ്രദ്ധയോടുകൂടി ഫോണൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ട് പാചകം ചെയ്യുന്ന വീട്ടമ്മമാരും അല്ലാത്തവരുമൊക്കെ വളരെ ശ്രദ്ധിക്കണം. ആണുങ്ങളുമൊക്കെ ഗ്യാസൊക്കെ കൈകാര്യം ചെയ്യുന്നവരാണ്, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ്, പൊക്കത്തിലൊക്കെ കയറുന്നവരാണ്. പെട്ടെന്ന് മനസ്സ് കലുഷിതമാകുവാനൊക്കെ സൂചനയുണ്ട്. അത് മുഖാന്തരം ദേഷ്യം വർദ്ധിക്കുകയും ശത്രുക്കൾ ഉണ്ടാകാതെയൊക്കെ ശ്രദ്ധിക്കണം. മിത്രങ്ങൾ ശത്രുക്കളായി പോവുക, സഹായങ്ങൾ നിലച്ചു പോവുക, അങ്ങനെയൊക്കെ വരാതെ കുടുംബത്തായാലും പരസ്പരം വളരെയധികം വിട്ടുവീഴ്ച ആവശ്യമാണ്. നല്ല സുഹൃത്തുക്കളെയൊക്കെ കിട്ടും. വാഹനം വന്നു ചേരുന്നതിനൊക്കെ യോഗമുണ്ട്. അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്ക് ഭൂമി വന്നു ചേരുവാനും യോഗമുണ്ട്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യം ഉണ്ടാകാം. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. തൊഴിൽ രംഗത്ത് ഉത്സാഹത്തോടു കൂടി പ്രവർത്തിക്കുക, വിജയങ്ങൾ വന്നു ചേരും. മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി 4-ാം പാദം ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനമൊക്കെയുണ്ട്. എന്നിരുന്നാലും ജന്മത്തിൽ ഏഴരശനി അനുഭവിക്കുന്ന കാലം കൂടെ അവിടെ ചൊവ്വായും കൂടി ഉണ്ട് താനും. കൂടെ നിൽക്കുന്ന ബുധനാണെങ്കിൽ അത് നീചനാണ്. അങ്ങനെ നോക്കുമ്പോൾ 2-ൽ ആദിത്യം നിൽക്കുന്നു. പൊതുവെ നോക്കുമ്പോൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. വളരെ ജാഗ്രത വേണം. അതുപോലെ തന്നെ മനസ്സ് കലുഷിതമാകാം. മനസ്സ് നെഗറ്റീവായി പോകാം. ചിന്തിക്കുന്ന തീരുമാനങ്ങൾ ശരിയാകണമെന്നില്ല. അത് നടപ്പിലാകണമെന്ന് പിടിവാശി ഉണ്ടാകുക. ഏതെങ്കിലും തരത്തിൽ ഏടാകൂടത്തിൽപ്പെട്ട് ധനനഷ്ടം, ആരോഗ്യനഷ്ടം, ശത്രുക്കളാകുക, സുഹൃത്തുക്കൾ ശത്രുക്കളാകുക, പേരുദോഷം കേൾക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാകുവാൻ ഈ ആഴ്ച സൂചനയുള്ളതിനാൽ ഏതൊരു കാര്യത്തിൽ ഇടപെടുമ്പോഴും സംയമനം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. കുടുംബത്തെ പൊതുവെ സമാധാനപരമായി, ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണ്ണമായി, തൊഴിൽ പുരോഗതി വന്നു ചേരുകയും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും വന്ന് അഭിവൃദ്ധി പ്രാപിക്കുന്നതിനും യോഗമുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് 27 നക്ഷത്രക്കാരുടെയും ഫലം പറഞ്ഞതിൽ അധിക ദോഷങ്ങളൊക്കെ ഉള്ളവരും മനക്ലേശങ്ങളൊക്കെ ഉള്ളവരും അവരവരുടെ വിഷയങ്ങൾ പ്രാർത്ഥിച്ച് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലൊക്കെ പ്രാർത്ഥിക്കുന്നതും ഒക്കെ വളരെ ഐശ്വര്യപ്രദമാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കാം.